ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നിർനാമൻ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീല പ്രഭാതരെ കുറിച്ച് പറയുവാൻ, പ്രഭുവിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അതിനൊട്ടും യോഗ്യനല്ല എന്ന് തന്നെ ആദ്യം ഞാൻ പറയണം. കാരണം ഞാൻ ഈ ഒരു പ്രഭാതരുടെ ഈ ഒരു മിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സത്സംഗത്തിൽ ചേർന്നിട്ട് അധികം നാളായിട്ടില്ല. പക്ഷെ എങ്കിലും പരമാവധി ഈ ഒരു സത്സംഗത്തിൽ എല്ലാവരുടെയും ഒപ്പം മുന്നേറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും ഒരിക്കൽ പോലും എനിക്ക് പ്രഭാതരെ കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതകളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുറഞ്ഞ നാൾ കൊണ്ട് പ്രഭാതരുടെ പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും സത്സംഗങ്ങളും പ്രഭാതരുടെ ആ പിൻ തലമുറക്കാരിൽ നിന്നുള്ള ആ അറിവുകൾ പകർന്നു കിട്ടിയതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഭക്തരെ തന്നെ നമ്മൾ മൂന്നായിട്ട് പറയുന്നുണ്ട് അല്ലെ. കനിഷ്ഠൻ, മധ്യമൻ, ഉത്തമൻ എന്ന് പറയും. 3 തരം ഭക്തന്മാരുണ്ട്. കനിഷ്ഠ ഭക്തനുണ്ട്, മധ്യമനുണ്ട്, ഉത്തമനുണ്ട്. കനിഷ്ഠ ഭക്തൻ എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ മാത്രം ഭഗവാനെ കാണുന്ന ആളാണ് കനിഷ്ഠൻ. അപ്പോൾ കനിഷ്ഠ ഭക്തൻ, പൊതുവെ നമ്മളെല്ലാവരും കനിഷ്ഠരായിരിക്കും. കാരണം നമ്മൾ വീട്ടിൽ എന്ത് കാണിച്ചാലും പുറത്ത് എന്ത് കാണിച്ചാലും ക്ഷേത്രത്തിൽ വളരെ ശുദ്ധിയോടെയും ഭക്തിയോടെയൊക്കെ പോവും. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത് മറന്നും പോകും. മധ്യമൻ എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ മാത്രമല്ല, നമ്മളുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടെന്ന് കരുതി ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കും. പക്ഷേ ഭക്തി ഇല്ലാത്ത ഒരാളെ കാണുമ്പോൾ അതിനെ തള്ളി പറയുന്ന സ്വഭാവം, അല്ലെ അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കില്ല ഒരു മധ്യമന്. എന്നാൽ ഉത്തമ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ എല്ലായിടത്തും കാണുന്നു എന്ന് മാത്രമല്ല, എല്ലാവരും ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് ഒരു മാർഗനിർദ്ദേശം തരാൻ നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും ഉത്തമ ഭക്തന്റെ ഉദാഹരണമായ ശ്രീല പ്രഭുപാദരാണ്. അത് നമ്മളുടെ ഭാഗ്യമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഇസ്കോണിൽ അല്ലെങ്കിൽ ഈ ഒരു ഭക്ത സംഘത്തിൽ എത്തിപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വളരെ ഭാഗ്യമായി ആണ് ഞാൻ കരുതുന്നത്. കാരണം ഇല്ലെങ്കിൽ നേരത്തെ മാതാജി പറഞ്ഞ പോലെ അല്ലെങ്കിൽ പ്രഭു പറഞ്ഞ പോലെ എവിടെ എന്തായി തീരുവെന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ആ ഒരു മാർഗനിർദ്ദേശം കിട്ടി. അത് പ്രഭാതരുടെ കാരുണ്യമാണ്. പ്രഭാതർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഈശോപനിഷത്ത് പഠിക്കുമ്പോൾ അതിലത്തെ 1-ാമത്തെ മന്ത്രം, ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാ ഘൃത കസ്യസ്യുത്ഥനം. സോ 1-ാം മന്ത്രമാണ് ഈശോപനിഷത്തിന്റെ. അതിന്റെ വിശദീകരണത്തിൽ പ്രഭുപാദർ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണ്. അപ്പൊ നമുക്ക് അവകാശപ്പെട്ടത് മാത്രം ഉപയോഗിക്കുക, അന്യരുടെ ഒന്നും ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത്. അത് പ്രഭുപാദർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന് ഭാഗവത കമ്മ്യൂണിസം എന്നുള്ളൊരു പ്രയോഗം പ്രഭുപാദർ നടത്തുന്നത് എനിക്ക് വളരെ, കാരണം ഒരു സാധാരണക്കാരെ പോയ എന്നെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതൊരു വലിയൊരു എന്താ പറയുക, ഒരു വെളിച്ചം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇവിടെ ഇന്ന് നടക്കുന്നത് നമുക്കറിയാലോ. എല്ലാവരും മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയാണ്. അപഹരണം, പണമായാലും കൈക്കൂലി, എല്ലാ രീതിയിലും നമുക്ക് അവകാശപ്പെട്ടതല്ല ആൾക്കാർ നോക്കുന്നത്, മറ്റുള്ളവരുടെ പിടിച്ചു പറിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ അത് മാറുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ശരിക്കും ഒരു കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. എല്ലാവർക്കും ഒരു ഈക്വൽ റൈറ്റ്സ് ഉണ്ടായിരിക്കുക, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പൊ പ്രഭുപാദരുടെ ഭാഗവത കമ്മ്യൂണിസം എന്നുള്ള പ്രയോഗം പ്രഭുപാദർ അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, അതായത് ഭഗവാൻ നമുക്ക് ജനിച്ച് നമ്മൾ വളർന്നു വരുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് തരുന്നോ
അതിനെ നമ്മൾ നന്ദിയോടുകൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരാളെയും ദ്രോഹിക്കാതെ നമുക്ക് അവകാശപ്പെട്ടത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ അതാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നത് ഇതിൽ നിന്ന് നമ്മളത് പ്രായോഗികമാക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. മറ്റൊരാളുടെ ഒരു കാര്യവും നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല. നമ്മുടെ കയ്യിലുള്ളത് ഭഗവാന് സമർപ്പിച്ച് ഗുരുനാഥന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സന്ദേശം എനിക്ക് വളരെയധികം പ്രചോദനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ എവിടെയും ഈ പ്രഭാതരുടെ എല്ലാവിധ നമ്മൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഇത്തരം ശക്തിമത്തായ സന്ദേശങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നല്ല എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് അത് പ്രചോദനവുമായിട്ടുണ്ട്, അത് ഗുണകരവുമായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ പ്രഭാതർക്ക് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.